ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ടെററ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നതാണ്, എൻ്റെ ലൈഫ് പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ സോളിൻ്റെ മിഷൻ എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, മോസ്റ്റ് ഓഫ് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷനിൽ നിൽക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ആ ഒരു വ്യക്തികളുടെ ഡൗട്ടാണ് ലൈഫ് പേർപ്പസ് എന്താണ്, എന്തിനാണ് എൻ്റെ സോൾ വന്നത് എന്നത്. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാനും ആ കാര്യങ്ങൾ ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ട്രൂലി നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ ബന്ധപ്പെടുത്തിയുള്ള മെസ്സേജസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പൈലിനെ കുറിച്ച് ഒത്തിരി ആൾക്കാർ കൺസേൺ ആവുന്നുണ്ട്. നിങ്ങൾ പൈലിനെ കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തൊരു മെസ്സേജ് എത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പൈൽ നിങ്ങൾ കാണുന്ന കാര്യം നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയി മാറും, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് ആണെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഓക്കെ, സോ ചില ആൾക്കാർ പറയുന്നുണ്ട് പൈൽ വെച്ച് റീഡ് ചെയ്യൂ. പൈൽ വെച്ച് റീഡ് ചെയ്യണം എന്ന് യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, നിങ്ങൾ ഇങ്കി പിങ്കി പോങ്കി ചെയ്ത് സെലക്ട് ചെയ്ത് അത് തന്നെ നിങ്ങളുടെ പൈലായിരിക്കണം എന്നില്ല. എന്താണോ നിങ്ങൾ കേൾക്കുന്നത് അത് റിസീവ് ചെയ്യുന്ന, അതായത് യെസ് ഇത് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതാണെന്ന റിസീവിങ് മൈൻഡിൽ ഇരിക്കുക. അപ്പോഴാണ് പലപ്പോഴും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, സോ സാധാരണ ഞാനൊരു പൈൽ റീഡിംഗ് വയ്ക്കാറുണ്ട്, പക്ഷെ എൻ്റെ ഇൻസൈറ്റിൽ ഇത് പൈൽ റീഡിംഗ് വയ്ക്കാനായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കളക്റ്റീവ് റീഡിംഗ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക, റിസീവിങ് മെൻറ്റാലിറ്റിയിലിരിക്കുക. എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, വാട്ട്സ് യുവർ സോൾ പർപ്പസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ആൻഡ് ഓൾസോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചിട്ടുള്ള ക്രിസ്റ്റൽസ് പരിചയപ്പെടുത്താം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫർദർ മോർ പേഴ്സണലൈസ്ഡ് റീഡിങ്ങിന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഫർദർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് വേണമെങ്കിൽ സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന പേജിൽ പോയി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് വാട്സപ്പിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും തരാം. ഓക്കെ, please guide us. Soul purpose, angels, please guide us. Okay, നമുക്ക് കാഴ്ചയെടുക്കാം. Transformation. Okay, consciousness, moment to moment. Silence. Okay. Okay. Suppression. Okay, ഞാനൊന്ന് നിങ്ങൾക്ക് കാർഡ്സ് കാണാൻ വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കിയതാണ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫസ്റ്റ് ഓഫ് ഓൾ കാർഡ്സ് എടുത്ത എനർജി വൈബ്രേഷൻ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായത്, കണ്ടോ ഈ ഒരു പിക്ചർ കണ്ടു, ഇതിനകത്ത് എല്ലാ ആയുധങ്ങളും സ്നേഹം, കരുണ, ബാലൻസ്, ഫൈറ്റിംഗ് എനർജി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ട്രൂലി പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഹായം ആഗ്രഹിക്കുന്ന വ്യക്തികളെ സഹായിക്കാനുള്ള ആയുധങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. പലപ്പോഴും നിങ്ങളുടെ സോൾ പർപ്പസ് അതാണ്. പലപ്പോഴും നിങ്ങളുടെ കോൺഷ്യസ്നെസ് നിങ്ങളെ അതിലേക്കാണ് നയിക്കുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ സഹായത്തിൻ്റെ കൈ നീട്ടുകയാണ്, അല്ലെങ്കിൽ ഹെൽപ്പിൻ്റെ കൈ നിങ്ങൾ എപ്പോഴും നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ കൂടുള്ളവരാകട്ടെ, നിങ്ങളുടെ കൊളീഗ്സ് ആകട്ടെ, ഈവൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാവട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്നവരാവട്ടെ, എവിടെയും നിങ്ങൾ അവരെ സഹായിക്കാൻ, അങ്ങോട്ടേക്ക് കൊടുക്കാൻ, എനർജി അങ്ങോട്ടേക്ക് കൊടുക്കാനാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭൂമിയിൽ നിങ്ങളുടെ ആവശ്യവും മറ്റ് പീഡിതരായിട്ടുള്ള വ്യക്തികളെ സഹായിക്കുക എന്നതാണ്. ആൻഡ്
ഓൾസോ നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ്, ഇത്രയും വൈബ്രേഷൻ ഉണ്ട് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങളിൽ ആകർഷിതരാകും, അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാക്കുന്ന അവർ കാണുമ്പോൾ നിങ്ങൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര വലുതാണ്. കാരണം ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു റിയലൈസേഷൻ മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഒരു വൈബ്രേഷൻ. ആൻഡ് ഒരു ദിവ്യശക്തി ഉണ്ടെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം പലപ്പോഴും മറ്റുള്ള ആൾക്കാർ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആയുധമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് റിസോഴ്സസ് ഇല്ല, നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. ഓക്കെ, പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ അയ്യോ, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയുടെ അടുത്തുനിന്നാണോ എനിക്ക് ഹെൽപ്പ് കിട്ടിയത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരിക്കലും സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, പക്ഷെ എനിക്ക് വലിയൊരു താങ്ങായി മാറി. അങ്ങനത്തെ ഇംപ്രഷൻ മറ്റുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ, അല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു കുഞ്ഞു കുട്ടിയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇത്രത്തോളം മെന്റലി പരിചയം ഉണ്ടായിരുന്നു എന്നൊക്കെ, അതായത് നമ്മൾ പറയില്ല കുഞ്ഞു വയസ്സിലെ തന്നെ വലിയ മെച്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ആ ഒരു പേഴ്സൺ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇങ്ങനത്തെ കമന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സഹിച്ചിട്ടും സ്റ്റിൽ നല്ല രീതിയിൽ മുന്നോട്ട് സ്ട്രഗിൾ ചെയ്ത് പോകുന്ന എനർജിയാണ് ഇങ്ങനത്തെ കാര്യം. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡിവൈൻ പവർ, ആ ഒരു ദിവ്യശക്തി ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരിൽ നല്ല അസൂയയുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സൈക്കിക് അറ്റാക്സ് വരുന്നുണ്ട്. ആൻഡ് മേ ബി നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ മറ്റുള്ളവർക്ക് ആ ഒരു വൈബ്രേഷൻ പറ്റാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു എനർജിയിൽ, നിങ്ങൾ സൈലൻസിൽ വീണു പോകുന്നൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ കൊടുത്തതിന് റിട്ടേൺ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സമാധാനവും സൈലൻസും ഐസൊലേഷനുമാണ് താല്പര്യപ്പെടുന്നത്. ബിക്കോസ് അതിലാണ് നിങ്ങളുടെ പീസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ. അതുകൊണ്ട് തന്നെ മെയിൻലി മറ്റുള്ളവരെ സഹായിക്കുക. റിസോഴ്സ് ഇല്ലെങ്കിലും, കയ്യിലൊന്നും ഇല്ലെങ്കിലും, ഈവൻ നമ്മൾ പെയിനിലാണെങ്കിലും മറ്റൊരാളെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാളെ മെന്റലി, ഫിസിക്കലി, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ ഒരു രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് വലിച്ച് കൊണ്ടുവരിക, നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നതാണ്. പല വ്യക്തികളും നിങ്ങളെ തേടി വരുന്നത് തന്നെ അവർക്ക് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവരുടേതായിട്ടുള്ള ഒരു ബേർഡൻ, അവരുടേതായിട്ടുള്ള ഒരു ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പല സ്ഥലത്ത് പോയാലും ബ്രോക്കൺ ആയിട്ടുള്ള, പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉള്ള, ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള, ഭയങ്കര വിഷമത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോയ വ്യക്തികളുടെ വൈബ്രേഷനുമായിട്ടായിരിക്കും പെട്ടെന്ന് കണക്ട് ആവുന്നത്. നിങ്ങൾ കണക്ട് ആവുന്നതല്ല, അവരുടെ സോളിന് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരുടെ എനർജി ഹീലാകും, അല്ലെങ്കിൽ അവരുടെ സോളിനൊരു സപ്പോർട്ട് കിട്ടും എന്ന് അവർക്കറിയാം, അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ സോളിന്റെ ഉള്ളിൽ നിന്ന്. സോ അവര് ഇങ്ങനെ ഈ തേനീച്ചകള് ഹണിയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ അവർക്ക് റിസോഴ്സ് കിട്ടുന്നതിന്റെ അടുത്തേക്ക് പോകുന്നത് പോലത്തെ എനർജിയിൽ അവർ നിങ്ങളെ തേടി 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 വരും. ആൻഡ് ദേ ആർ ഹാപ്പി. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ്. ബിക്കോസ് ദേ നോ ഈ ഒരു എനർജി അവർക്കത് കിട്ടും, അവർക്ക് അതിനകത്ത് നിന്ന്, നിങ്ങളുടെ അകത്ത് നിന്ന് സക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ആൻഡ് ദേ വിൽ ബി ബാലൻസ്ഡ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ നാളേക്ക് വേണ്ടിയുള്ള റിസോഴ്സസ് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടും. അത് കൊണ്ടുപോയി അവരുടെ വീട്ടിൽ, അല്ലെങ്കിൽ അവരുടെ ശരീരം എന്ന ടെമ്പിളിൽ അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും എന്ന ഹോപ്പിലാണ് ഓരോ വ്യക്തികളും വരുന്നത്. അതുകൊണ്ട് തന്നെ സപ്രഷൻ എനർജിയിലുള്ള എന്തെങ്കിലുമൊക്കെ രീതിയിൽ വേദന അനുഭവിക്കുന്ന പീഡിതരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സോള് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന എനർജി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ നെഗറ്റീവ് എനർജി ആണെങ്കിലും അതിന് നിങ്ങൾക്ക് ചാടിക്കടക്കാൻ സാധിക്കും. ബിക്കോസ് നിങ്ങളുടെ കയ്യിലൊരു ഡിവൈൻ ലൈറ്റ് ഉണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ പലപ്പോഴും ആ ഒരു ഡിവൈൻ ലൈറ്റ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള വ്യക്തികളൊക്കെ ചുറ്റും നിന്നിട്ട് ഈ ഒരു പാതയിലൂടെ എങ്ങനെ പോയി, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു പേഴ്സൺ ചാടിക്കടന്നു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്നാലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ മഹത്വം മനസ്സിലാകുന്നില്ല,
നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കിൾസ് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളിൽ ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടിൽ ഐ തിങ്ക് ഒരു ലൈറ്റ് ഉണ്ട്, അതായത് ഒരു ഇരുട്ടത്ത് ടോർച്ച് അടിച്ചതുപോലെ ഒരു ലൈറ്റ് ഇസ് ദെയർ. ആ ഒരു ലൈറ്റ് നിങ്ങളെ നയിക്കുന്നുണ്ട്. ആ ഒരു ലൈറ്റിനെ മനസ്സിലാക്കുക. നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് സൈലൻസിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ സംഭവം ഇത് പറയുമ്പോൾ ഉള്ളിൽ നിന്നൊരു എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബൂസ്റ്റപ്പ് ആകുന്നതുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ഉണർവ് വരുന്ന പോലെ ഫീലിംഗ് ഉണ്ടെങ്കിൽ യെസ്, ഞാൻ സംസാരിക്കുന്ന ഡിവൈൻ ലൈറ്റ്, ഡിവൈൻ ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ നിങ്ങളെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഗ്രന്ഥാസ് കലിയുഗമാണ് എന്ന്. ഓക്കെ, കലിയുഗം മീൻസ് എന്താ? ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഉള്ളിലെ പോസിറ്റീവ് വൈബ്രേഷൻസിനെ പുറത്തെടുക്കാൻ, അതായത് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലോകത്ത്, ഓക്കെ, ആ ഒരു കാര്യത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളാണെങ്കിലും യൂണിവേഴ്സിന്റെ അടുത്തേക്ക് അടുക്കാൻ, ഭക്തിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, സബ് കോൺഷ്യസ് വൈബ്രേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ ആ ഒരു പാതയിലാണ് നിങ്ങളും നയിക്കുന്നത്. അതായത് ഈ ഒരു പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉള്ള, അല്ലെങ്കിൽ എക്സ്ട്രാ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഈ ഒരു കലിയുഗത്തിൽ നിങ്ങൾ മനുഷ്യനെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പോസിറ്റീവായിട്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുത്താൽ അല്ലെങ്കിൽ ഒരു നന്മ ചെയ്താൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്കത് റിസീവ് ആകണമെന്നില്ല. ഓക്കെ, ആ ഒരു വ്യക്തി ചിലപ്പോൾ എനിക്കൊരാൾ ഇങ്ങനെ ചെയ്തു തന്നില്ലേ, എന്നാൽ ഞാൻ മറ്റൊരാൾക്ക് അത് ചെയ്തു കൊടുക്കാം. അങ്ങനെ 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 കണക്റ്റഡ് ആയി എപ്പോഴെങ്കിലും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മളിൽ വന്നു ചേരാം. അങ്ങനെയാണ് എനർജി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വേവ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു വ്യക്തിയിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഹീലിംഗ് എനർജി നിറച്ചിട്ട് നിങ്ങൾ മറ്റുള്ള എല്ലാവർക്കും ആ ഒരു വ്യക്തി വഴി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെമൻഡസ് എമൗണ്ട് ഓഫ് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ശരിയായിരിക്കാം, കഴിഞ്ഞ ജന്മത്തിലുള്ള ഒത്തിരി കൈൻഡ് ഓഫ് കാർമിക് ആയിട്ടുള്ള സോൾ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്തിട്ടായിരിക്കാം താങ്കൾ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമോഷൻസ് താങ്കളിലും ഉണ്ടാവും, താങ്കളിലും ക്ലോഗ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ സോൾ പർപ്പസ് ചെയ്യുന്നതിലൂടെ, നിങ്ങളുടെ സോൾ പർപ്പസിന്റെ വഴിയെ നടക്കുന്നതിലൂടെ മോസ്റ്റ് ഓഫ് ദ കർമാസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ആൻസിസ്ട്രൽ കർമാസിനും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു ബർഡൻസിനും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അത് പാസ് ചെയ്യാതിരിക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ഏറ്റവും വലുതായിട്ട് ചെയ്യുന്നത്. പല ആൾക്കാരും പറയും എനിക്ക് ആൻസിസ്ട്രൽ ട്രോമ ഉണ്ട്, എൻ്റെ ആൻസിസ്ട്രൽ ബർഡൻ ഞാൻ ചുമക്കുകയാണ് എന്ന്. വൈ? നിങ്ങൾ ചുമക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലിയർ ഇറ്റ്. നിങ്ങളെ കൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ആൻഡ് അത് ഒട്ടുമിക്ക കാമിക് ബർഡൻസിനെയും ക്ലിയർ ചെയ്യാനുള്ള ശക്തി നിങ്ങളുടെ അടുത്തുണ്ട്. ഏകദേശം കുറെ ആൾക്കാർ ക്ലിയർ ചെയ്തിട്ടുമുണ്ട്. ആൻഡ് നിങ്ങളുടെ ഫാമിലിയെ ഡൗൺ സ്റ്റേജിൽ നിന്ന്, ആ ഒരു ബ്ലോക്കേജസിൽ നിന്ന്, കാർമിക് ബർഡൻസിൽ നിന്ന് നിങ്ങൾ ഭയങ്കര ഒരു പുഷില് ഗ്രോത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന ഒരു എനർജിയാണ്. കൈൻഡ് ഓഫ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഗ്രാഫ് രീതിയിലാണ് നിങ്ങളുടെ ലൈഫ് ജേർണി ഇരുന്നതെങ്കിലും ഇപ്പോൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒത്തിരി ദൂരെ വന്നിട്ടുണ്ട്. ആ ഒരു കാർമിക് ബർഡൻസിൽ നിന്ന് ഒത്തിരി നിങ്ങൾ ഒബ്സ്റ്റക്കിൾസിൽ നിന്ന് ഫേസ് ചെയ്ത് നിങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ആൻഡ് അത് വളരെ നല്ല കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എനർജി. മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതോടൊപ്പം നിങ്ങളും ഹീൽ ആവുന്നുണ്ട്. നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പലപ്പോഴും നിങ്ങളുടെ സോൾ പർപ്പസ് ചെയ്യുന്നുണ്ട്. ശരിയായിരിക്കാം, നിങ്ങളുടെ മെറ്റീരിയൽ ഒരു വ്യക്തിയിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ടല്ലേ. അപ്പൊ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടാവുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചവർ തന്നെ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതെന്താ വട്ടാണോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ഷെയറിങ് ഇസ് കെയറിങ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ എഗെയിൻ സപ്രഷൻ ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ആൻഡ് ചില ആൾക്കാരെ സ്വതന്ത്രരാക്കാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു മദർ എർത്ത് എനർജിയാണ്. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. യെസ്, പാസ്റ്റിൽ കുരുങ്ങിക്കിടക്കുന്ന പല ആൾക്കാരെയും കൈൻഡ് ഓഫ് പുറത്തേക്ക് കൊണ്ടുവരാൻ, ആ ഒരു കുരുക്കഴിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആ ഒരു എനർജിയിലാണ് വന്നിട്ടുള്ളത്. മാനസികമായിട്ട് ജയിലിൽ കിടക്കുന്ന, ശാരീരികമായിട്ട് ജയിലിൽ കിടക്കുന്ന, അതുപോലെ തന്നെ
ഈ ഒരു പ്രോസസ്സിലൂടെ ഈവൻ നിങ്ങളാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ഗ്രോത്ത് ചെയ്യുകയാണ്. നിങ്ങളുടെ സപ്രഷനിൽ നിന്നും നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പല പല ബ്ലോക്കേജസിൽ നിന്നും നിങ്ങൾ റിമൂവ് ആവുകയാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി പല പല ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നുണ്ട്. പല പല വ്യക്തികൾക്ക് അസുഖം വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ജേർണിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും നിങ്ങൾ സ്പിരിച്വലി കുറച്ചും കൂടി അടുക്കുമ്പോൾ അവേക്കൻഡ് ആകുമ്പോൾ നിങ്ങളെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കൈൻഡ് ഓഫ് പോസിറ്റീവ് എനർജീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ബേർഡൻസ്, ഓക്കെ, ആ ബേർഡൻസിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് ആ ബേർഡൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ ഒരു ബേർഡൻസ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ പൂർവികരായിട്ടുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകുന്ന എനർജി, അവർ റിലീസായി പോകുന്ന എനർജി, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാർമിക് ബേർഡൻസ് അവർ ഈ ലോകത്ത് എന്തൊക്കെ ക്ലിയർ ചെയ്യാനാണോ വന്നത് അതും കൂടി പലപ്പോഴും നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള എനർജിയിൽ അവരത് ആ ഒരു കാര്യം ചെയ്ത് തീർത്തിട്ട് അവർക്ക് മോക്ഷം കിട്ടിയിട്ട് അവർ പോവാണ്. ദേ ആർ റിലീസ്ഡ് ഫ്രം ദിസ് എർത്ത്. ഓക്കെ, ഈ ഒരു അവരുടെ ആ ഒരു ബാഹ്യ ശരീരത്തിൽ നിന്ന് അതിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ, അതിൻ്റെ ഈ ഒരു സോൾ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ലീവ് ചെയ്യാണ്, നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്യാണ്. ആൻഡ് അവർ ഇപ്പോൾ മോക്ഷം കിട്ടി പോകുന്നു അല്ലെങ്കിൽ അവർ ഡിറ്റാച്ച് ആയി പോകുന്നതിന്റെ റീസൺ നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയാണ്. ഒരു പരിധിവരെ അവരല്ല അവരുടെ സോൾ പർപ്പസ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ കർമ്മ ക്ലിയർ ചെയ്തത്, നിങ്ങളാണ് ക്ലിയർ ചെയ്തത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ എനർജി. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് രീതിയിൽ ഒരു ജീവിതമുണ്ട്, ഒരു ലൈഫുണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങളെന്ന് പറയുന്നത് വലിയൊരു മോട്ടിവേഷൻ ആവുകയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള രൂപത്തിൽ പല ആൾക്കാരുടെ ജീവിതത്തിൽ എൻ്റർ ചെയ്ത് അവരെ രക്ഷിക്കുന്നുണ്ട്. ചിലയിടത്ത് കാമുകനായി, ചിലയിടത്ത് കാമുകിയായി, ചിലയിടത്ത് അമ്മയായി, വാട്ട് എവർ റോൾ, നിങ്ങൾ ഒത്തിരി റോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കാം, മകനായി, മകളായി. പക്ഷെ നിങ്ങൾ അവരെയൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു സേഫ് സോണിലേക്ക് വിടുകയാണ്. അവരെ കൂട്ടിൽ നിന്ന് പൊട്ടിച്ച് പാസ്റ്റ് എനർജിയിൽ നിന്ന് കാർമിക് എനർജിയിൽ കുരുങ്ങിക്കിടന്ന് അവർ നിങ്ങളിൽ റിലീസ് ചെയ്യുകയാണ് വിത്ത് യുവർ പേഷ്യൻസ്, വിത്ത് യുവർ എനർജി. നിങ്ങൾ കണ്ട ഈ മൂൺ ഫേസ് പോലെ പല പല റോൾസ് ചെയ്തിട്ട് നിങ്ങൾ അവരെ സഹായിക്കുകയാണ് എന്ന എനർജി. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എനർജി. നിങ്ങൾ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ട്രൂലി ബ്ലെസ്ഡ് ആണ്. ആൻഡ് ഓൾറെഡി നിങ്ങൾ ഇങ്ങനെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കൈൻഡ് ഓഫ് ഐ തിങ്ക് എസ്ട്രോളജി, അല്ലെങ്കിൽ ചെററ്റ് കാർഡ് റീഡിങ്, അല്ലെങ്കിൽ റേക്കി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. യെസ്, നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ വന്നത് നിങ്ങളുടെ എക്സിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പല ആൾക്കാരും ഓർക്കും. നിങ്ങളെന്ന് പറയുന്നത് പല ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹോപ്പാണ്, പല ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലവ് എനർജിയാണ് നിങ്ങളെന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഫാബുലസ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇങ്ങനത്തെ എനർജീസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഈ ഒരു കണക്ഷനിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഗൈസ്, നിങ്ങൾ ഈ ഒരു ദിശയിലേക്കാണ് പോകേണ്ടത്. ധർമ്മം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യം വളരെ കൂടുതലാണ്. നിങ്ങൾ എപ്പോഴും സേഫ് സോണിൽ നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് സ്ക്യൂസ് ചെയ്താലും അല്ലെങ്കിൽ ഒന്ന് തുടച്ചാലും തേച്ചാലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു എനർജി ആ ഒരു വെള്ള പേപ്പറിൽ ചെറുതായിട്ടൊന്ന് പറ്റിയാൽ പിന്നെ അത് വെള്ള പേപ്പറാണോ, അത് ക്ലീൻ പേപ്പറാണോ, ഇല്ല അഴുക്കായ പേപ്പറാണ് അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓറയും നിങ്ങളുടെ എനർജിയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വൈബ്രേഷൻ ഉള്ള വ്യക്തികൾക്ക് മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ വലിയ തോതിലുള്ള ഗെയിൻ ഒന്നും കിട്ടില്ല, സഫറിങ് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനാണ് നമ്മൾ ഈ ഒരു പാതയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേയും നമ്മൾ ആ ഒരു സോൾ കോൺട്രാക്ട്, അതായത് ഞാൻ മറ്റുള്ളവരെ സേവിക്കും,
മറ്റുള്ളവരെ ഹീൽ ചെയ്യും, മറ്റുള്ളവരെ കാർമിക് ബർഡൻസിൽ നിന്ന് റിലീസ് ചെയ്യുമെന്ന സോൾ കോൺട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നമ്മളുടേതായിട്ടുള്ള ഡെസ്റ്റിനി ഇങ്ങനെ. ഓക്കെ, ഈ ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട്, അവരൊന്നും ടാരറ്റ് കാർഡ്സ് റീഡിങ് കാണാൻ താല്പര്യപ്പെടുന്നവരല്ല. വളരെ ചുരുക്കം, തുച്ഛം തുലം, കയ്യിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പാതയിലേക്ക് വരാൻ പറ്റുന്നത്. ചില ആൾക്കാരൊക്കെ ഇത് കാണും, ഇതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ അവർ ലീവ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അവരെയൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടാവും, ഇത് നെഗറ്റീവാണ്, ഒന്നുമില്ല, ഇത് കളത്തരാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അവർക്ക് അവരുടെ പർപ്പസ് ഇതല്ല, അവരിത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ടോ അവരെ വിമർശിച്ചിട്ടോ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് എന്താണോ തോന്നുന്നത്, നമുക്ക് എനർജി ഇന്നർലി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാതയിൽ ചലിക്കാൻ പറ്റൂ. എല്ലാവർക്കും ഈ പാതയിൽ ചലിക്കാൻ പറ്റില്ല. മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ചലിക്കാൻ എളുപ്പമാണ്, പക്ഷെ സ്പിരിച്വൽ പാത്തിൽ മൂവ്മെന്റ് ഉണ്ടാക്കുക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള, ദൈവം ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ആ ഒരു സോണിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ എനിക്കൊരു ഗെയിനുമില്ലെന്ന്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ സോൾ പർപ്പസുമായിട്ട് അലൈൻ ചെയ്യുന്നത്, നിങ്ങളുടെ സോൾ പർപ്പസിന്റെ കാര്യം നിങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നിങ്ങളുടെ ഇഞ്ഞാങ് എനർജി വളരെയധികം ബാലൻസ്ഡ് ആവും. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് മറ്റ് വ്യക്തികൾ വിചാരിക്കുന്നതിനേക്കാളും സ്മൂത്ത് ഗോയിങ് ആവും. ഇപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പുകൾ ഒരിക്കലും സ്റ്റേബിൾ ആകുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യും. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അത് നിങ്ങൾ ചെയ്തു നോക്കൂ. റിലേഷൻഷിപ്പ് വളരെയധികം സ്റ്റേബിൾ ആവുക മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങളെ തേടി വരും. ബിക്കോസ് ഒരു യൂണിവേഴ്സിന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിന് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒബ്വിയസ്ലി ദൈവം നിങ്ങൾക്ക് തരും, അല്ലെ? പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സോൾ കോൺട്രാക്ട് നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുക? സിംപ്ലി ഇപ്പൊ ഒരാളെ നിങ്ങൾ ജോലിക്ക് എടുത്തു, ഓക്കെ, നിങ്ങൾ ഒരു വർഷം നല്ല രീതിയിൽ പണിയെടുത്തോളാം എന്നൊരു കോൺട്രാക്ട് സൈൻ ചെയ്തു. എന്നിട്ട് നിങ്ങൾ ലേറ്റ് ആയി വരികയാണ്, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ വെറുതെ കളിച്ച് കളയുകയാണ്, ഒരു പ്രൊഡക്ടിവിറ്റിയും അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ അയാൾ നിങ്ങൾക്ക് സാലറി തരുമോ? നിങ്ങൾ എന്താ സാലറി പ്രതീക്ഷ തന്നെയാണ് കോൺട്രാക്ട് സൈൻ ചെയ്ത് പോയതല്ലേ? അപ്പൊ നിങ്ങൾ അതിനുള്ള എഫക്റ്റീവ്ലി വർക്ക് എടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന് അയാൾക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അയാൾ എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കുന്നത്? നിങ്ങളുടെ ആവശ്യം എന്തിനാണ് അയാൾ നിറവേറ്റുന്നത്? നിങ്ങളുടെ ആവശ്യം സാലറി ആയിരിക്കാം, നിങ്ങളുടെ ആവശ്യം എന്തിനാണ് അയാൾ നിറവേറ്റേണ്ടത്? അല്ലെ? സെയിം ആസ് ദാറ്റ്. ആ ഒരു സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കോൺട്രാക്ട്, ഞാൻ ഇത് ചെയ്തു കൊള്ളാം, ഇന്ന വ്യക്തികളുടെ സോളുമായി ഞാൻ കണക്ട് ചെയ്തോളാം, ഇന്ന വ്യക്തികൾക്ക് ഞാൻ പരിഹാരം കൊടുക്കാം, അല്ലെങ്കിൽ എന്ന് നമ്മൾ തന്നെ നമ്മുടെ സോളിനെ ഓൾറെഡി അറിയാം നമ്മൾ സ്പിരിച്വൽ അവേക്കണ്ടാവാൻ പോകണം. അപ്പൊ നമ്മുടെ സോൾ തന്നെ, അതായത് നമ്മൾ തന്നെ കോൺട്രാക്ട് എഴുതി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിന്റെ മോഹത്തിലോടി മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ കയറിയിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊരു രീതിയിൽ ആ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ ആയി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അഡിക്റ്റഡ് ആയി പോകുന്നു. നമ്മുടെ കുറ്റമല്ല, നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആൻസിസ്റ്റേഴ്സ് നമ്മളെ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ഗോളിലേക്കാണ് എപ്പോഴും പ്രഷറൈസ് ചെയ്യുന്നത്. ആരും സ്പിരിച്വൽ ഗോളിലേക്ക് പ്രഷറൈസ് ചെയ്യുന്നില്ല. പക്ഷെ മനസ്സിലാക്കുക, ഈ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫും നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫും നമുക്ക് ബാലൻസ് ആവണം. മെറ്റീരിയലിസ്റ്റിക് വൈബ്രേഷനുകളിൽ നമ്മൾ അറിയുന്നത് പോലെ തന്നെ സ്പിരിച്വൽ വൈബ്രേഷനും നമ്മുടെ എർത്തും നമ്മുടെ യൂണിവേഴ്സും നമ്മളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്താണ്, വ്യതിയാനങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറച്ച് ബാക്കിലേക്ക് പോയാൽ പണ്ടുള്ളവർക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വലി അവർ അവേക്കൻഡ് ആയതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ, ദുരന്തങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ അവരെ കൊണ്ട് അറിയാൻ സാധിച്ചിരുന്നു, അല്ലെ? പക്ഷെ നമ്മൾ എന്താ, ഇപ്പൊ ഫ്ലാറ്റിലാണ്, ഭൂമിയിൽ ചില ആൾക്കാർ ചവിട്ടിയിട്ട് പോലും ഉണ്ടാവില്ല, ചെരുപ്പ് വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അത്രത്തോളം ഒരു കൈൻഡ് ഓഫ് ബാരിയർ നമ്മളുടെ ഇടയ്ക്ക് വന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഇന്നത്തെ കുട്ടികൾക്ക് മുറ്റത്തിപ്പോ ഒരു ചെടി നിന്നാൽ, ഒരു പൂ നിന്നാൽ അതിന്റെ പേരെന്താണ് എന്ന് പറയാൻ പോലും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ അത്രത്തോളം ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈഫ് ടൈം പീരിയഡിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ല? എത്ര പേര് എഗ്രി ചെയ്യും?
പണ്ടുള്ള ആൾക്കാർക്ക് മുറ്റത്തുണ്ടാകുന്ന ചെടികളെക്കുറിച്ചും അല്ലെങ്കിൽ മണ്ണിനെ കുറിച്ചും അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ മാറ്റങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സമയത്തെക്കുറിച്ചും ഒക്കെയുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു. അവർ അത്രത്തോളം യൂണിവേഴ്സിൽ കണക്ഷൻ ഉള്ള ആൾക്കാരായിരുന്നു, അടുപ്പമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം ഫോണിലൂടെ കിട്ടിയാൽ മാത്രമാണ് അറിയുക. മഴ വേണമെങ്കിൽ ഫോൺ പറയണം, കൃഷി ചെയ്യണമെങ്കിൽ ഫോൺ വേണം, അല്ലെങ്കിൽ കുക്ക് ചെയ്യണമെങ്കിൽ ഫോൺ വേണം, എവറിത്തിങ് ഫോൺ. എല്ലാം നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കലി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നിട്ട് പറയുന്നു സ്ട്രെസ്സാണ്, ആൻസൈറ്റി ആണ്, ഡിപ്രഷൻ ആണ്. കുറച്ച് സമയം യൂണിവേഴ്സിന്റെ കൂടെ, കുറച്ച് സമയം നേച്ചറിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സുഖം നിങ്ങൾ ഇനി 24 മണിക്കൂർ സോഷ്യൽ മീഡിയക്കകത്ത് കയറി ഇരുന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ആരും ആ ഒരു കൈൻഡ് ഓഫ് പീസിന്, ആ ഒരു കൈൻഡ് ഓഫ് പേഷ്യൻസിന്, ആ ഒരു കൈൻഡ് ഓഫ് ചാർജിങ്ങിന് തയ്യാറാകുന്നില്ല. ഓക്കെ, നിങ്ങൾ മൗണ്ടൻസിൽ പോവുക, സീയിൽ പോവുക, കടലിൽ പോവുക, ഇവിടെയൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ടെമ്പിൾ ആകുന്ന നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലേസസിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ആ ഒരു നിമിഷം വരെ ഉണ്ടായിരുന്ന ടെൻഷൻ പോയതുപോലെ, റിലീസ് ആയതുപോലെയുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അത്രത്തോളം ഒരു എനർജി ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു എനർജൈസ്ഡ് ഇഫക്റ്റ് ആണ് നമുക്ക് നേച്ചർ തരുന്നത്. നമ്മുടെ ക്രിസ്റ്റൽസ് തന്നെ നമ്മൾ നേച്ചറിനെ വെച്ചാണ് പലപ്പോഴും ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് കിട്ടുന്ന സോഴ്സസ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചാർജ് ചെയ്യുന്നത്. ഫയർ എനർജി, വാട്ടർ എനർജി, എർത്ത് എനർജി. അപ്പോൾ ആ ഒരു ക്രിസ്റ്റലിനെ പോലും, ആ ഒരു കല്ലിനെ പോലും ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മളെ എത്രത്തോളം എനർജൈസ് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും കിട്ടില്ല നിങ്ങൾ ഇനി എത്ര തന്നെ പൈസ ഉണ്ടാക്കിയാലും. നിങ്ങളുടെ സോൾ പർപ്പസ് ഇതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അത് കണ്ടെത്തി നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ എനർജിയിലേ പോകാൻ സാധിക്കുള്ളൂ. ഇത് ആരുടെയും കുറ്റമല്ല, നമ്മൾ തന്നെ സൈൻ ചെയ്ത കോൺട്രാക്റ്റ് ആണ്, അത് നമ്മൾ പാലിച്ചേ പറ്റുകയുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. ഓക്കെ, നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് പോകാൻ ഐ തിങ്ക് നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം, നിങ്ങൾ ഒത്തിരി ഫൈറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളെന്ന് പറയുന്നത് ഒരു അവേക്കൻ സ്റ്റേജിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. കണ്ടോ, നിങ്ങളുടെ ഈ ഒരു ലൈഫ് പാസ്റ്റ് ലൈഫുമായി കണക്റ്റഡ് ആണ്. ഓക്കെ, യു മസ്റ്റ് കൺട്രോൾ. ആദ്യം തന്നെ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് കയറാനുള്ള ആ ഒരു വൈബ്രേഷൻ എടുക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, കുറച്ചും കൂടി സ്പിരിച്വലായി നിങ്ങൾ കണക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് പോകുന്നതിനും പ്രൊട്ടക്ഷൻ ഇസ് മസ്റ്റ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ എനർജിയുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുകയുള്ളൂ ഗായ്സ്. പ്രൊട്ടക്ഷൻ ചെയ്യാതെ വേറൊരു വ്യക്തിയുടെ എനർജിയിൽ പോയിട്ട് യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഒരു വ്യക്തി നമ്മളടുത്ത് വന്ന് സഹായം ആവശ്യപ്പെട്ടാലും ചിലപ്പോൾ നമുക്ക് അയാളെ സഹായിക്കണം എന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻ പറ്റില്ല എന്ന് തോന്നണമെങ്കിൽ അവിടെ തന്നെ ക്വിറ്റ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മീ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറുക. ഓക്കെ, ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ പറ്റില്ല. എല്ലാവരെയും നമ്മൾക്ക് സഹായിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, നമ്മൾ അത്രത്തോളം എനർജൈസ്ഡ് ആയിരിക്കണം, അത്രത്തോളം ആക്റ്റീവ് ആയിരിക്കണം. കാരണം ചില ആൾക്കാർ നമ്മളെ അടുത്ത് വന്ന് പറയും എന്നെ ഒന്ന് സഹായിച്ചൂടെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ എന്ന്. പക്ഷെ അവര് നിൽക്കുന്ന കാർമിക് കർമ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പോലും അടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രത്തോളം നെഗറ്റിവിറ്റിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഒരാളെ സഹായിക്കണമില്ല ഞാൻ പറഞ്ഞു, പക്ഷെ നമ്മുടെ എനർജി വൈബ്രേഷൻ അനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ മാത്രം ചൂസ് ചെയ്ത് സഹായിക്കുക. അല്ലാത്തവരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരെ ചിലപ്പോൾ വേറൊരു വ്യക്തിക്ക് സഹായിക്കാൻ സാധിക്കുമായിരിക്കും. കാരണം നമുക്കിപ്പോൾ ചാരിറ്റി കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം, നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കണമെങ്കിൽ നമുക്ക് എനർജി വേണം, അല്ലേ? അപ്പം ആദ്യം നമ്മുടെ എനർജി സേവ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റൂ. നിങ്ങൾ ചത്ത് കിടന്ന ഒരാളെ സഹായിച്ചിട്ട്
ഒരു കാര്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് അവരുടെ നേട്ടവും മേടിച്ചുകൊണ്ട് പോകും, നിങ്ങൾക്ക് തിരിച്ചൊന്നും തരാൻ പോകുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ എനർജി സക്ക് ചെയ്തിട്ട് പോകും, നിങ്ങൾക്ക് തിരിച്ചൊന്നും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ബാലൻസ് ആക്കാൻ നിങ്ങൾ ഒരു സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എനർജി തിരിച്ച് ബാലൻസ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തിയെ നിങ്ങൾ ഹീൽ ചെയ്തു അല്ലെങ്കിൽ സഹായിച്ചു എങ്കിൽ നിങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന്, ചിലപ്പോൾ സാധാരണയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് മാറാൻ, ചിലപ്പോൾ ആ ഒരു മെന്റൽ ഡിസ്റ്റർബൻസ് മാറാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച ഒരു 5 to 6 hours എടുക്കും അല്ലേ? ഒരാൾ നിങ്ങളുടെ എന്ത് വന്ന് സംസാരിച്ചാലും അതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞത് ഒരു 5 to 6 മണിക്കൂർ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു, നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ട്രെമൻഡസ്ലി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച് ആവാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ പ്രൊട്ടക്ഷൻ ധരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഒബ്സൈഡിയന് പോകാം, അല്ലെങ്കിൽ ബ്ലാക്ക് ടെർമലിൻ. രണ്ടും ഏകദേശം സെയിം ആണ്, സ്റ്റോൺ വ്യത്യാസമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ബ്ലാക്ക് ഒബ്സൈഡിയന് പോകാം, അല്ലെങ്കിൽ ബ്ലാക്ക് ടെർമലിന് പോകാം. ഇല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഹെമറ്റൈറ്റ് അല്ലെങ്കിൽ പൈറൈറ്റ് ബ്രേസ്ലെറ്റിന് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ദിസ് ഇസ് പൈറൈറ്റ് ആൻഡ് ദിസ് ഇസ് ഹെമറ്റൈറ്റ്. ദിസ് ഇസ് ബ്ലാക്ക് ടെർമലിൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഒബ്സൈഡിന് പോകും. രണ്ടും ഏകദേശം ഒരു സെയിം രീതിയിലായിരിക്കും. ഇല്ല ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എമതെസ്റ്റിനോ അല്ലെങ്കിൽ ലാപ്പസിനോ പോകാം. ഇതൊരു ഗ്രൗണ്ടിങ് എനർജി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇല്ലേ. അല്ലെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് ട്രിപ്പിൾ പ്രൊട്ടക്ഷന് വേണമെങ്കിലും പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ധരിക്കുക. ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇപ്പോൾ പൈറൈറ്റ് ആണെങ്കിൽ ഫിനാൻഷ്യൽ അബണ്ടൻസും ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനും തരും. ഇതാണെങ്കിൽ നമുക്ക് കണ്ണ് ദോഷം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇന്റേണൽ സ്റ്റെബിലിറ്റി തരുമ്പോൾ നമ്മളുടെ ഇന്റേണൽ എനർജി ഡ്രെയിൻ ആകാതിരിക്കാൻ സഹായിക്കും മോസ്റ്റ് ഓഫ് ഹെമറ്റൈറ്റ്. ഇതാണെങ്കിൽ നമ്മൾ സ്പിരിച്വലി നന്നായിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മൾ ഇച്ചിരി കൂടി സ്പിരിച്വലി കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ആൾക്കാർ എൻക്വയറിയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെർനൈറ്റ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലിയും നമ്മളെ സപ്പോർട്ട് ചെയ്യും ആൻഡ് സ്പിരിച്വലി നമ്മളെ ഗൈഡ് ചെയ്യും. നമുക്കൊരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാക്കും, മാനിഫെസ്റ്റേഷൻ എനർജി കൂട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി നോക്കാം. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനത്തെ റെമഡീസ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. കാരണം എല്ലാവരും ഇൻഡിവിജ്വലി വന്നിട്ട് ഇതിനെന്താന്ന് ചോദിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു ഇതുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ റെമഡീസ് ഇതിൽ തന്നെ സജസ്റ്റ് ചെയ്ത് പോകാം. സോ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയക്കും, ഇല്ലെങ്കിൽ സൈറ്റിൽ പോവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചിട്ടുള്ളത് എന്താണോ, അപ്പോൾ നിങ്ങൾക്കിത് റെസോണേറ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രിസ്റ്റൽ വൈബ്രേഷൻസിന് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഫർദർ മോർ അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറയും. ഇല്ല നിങ്ങളുടെ എനർജി വൈബ്രേഷനോ ഡേറ്റ് ഓഫ് ബർത്തോ അനുസരിച്ച് നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് വേണമെങ്കിൽ അങ്ങനെയും ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിന് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു എനർജിയുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങളുടെ ഫാമിലിയിലെ തന്നെ ആൻസെസ്ട്രൽ ആയിട്ടുള്ള കാർമിക് ബാഗേജസ് റിമൂവ് ചെയ്യാനുമാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ പറ്റൂ. സിംപ്ലി ഇത് ഞാനൊരു കളക്റ്റീവ് റീഡിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു എനർജി ഇത് ചിലപ്പോൾ ഇതൊരു ചെറിയ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഈ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉടനീളം അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള കൈൻഡ് ഓഫ് രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഗോ ഫോർ എ പ്രൊട്ടക്ഷൻ. ആൻഡ് ഫർദർ മോർ നിങ്ങൾക്ക് എനർജൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടുള്ളത് ഇടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും ഇടുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ മോർ പേഴ്സണലൈസ്ഡ് റീഡിംഗ് താല്പര്യം, ഇതിൻ്റെ കണ്ടിന്യൂഡ് ആയിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതായിരിക്കും. ബൈ.